ഹൈവേ കൺസ്ട്രക്ഷൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് അമ്പലത്തറയാണ്. അപ്പോൾ ഇവിടെ ഏകദേശം 90% വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെയിൻറ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ടൈൽ വർക്കൊക്കെ ഫിനിഷായി. അപ്പോൾ നമ്മൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അലുമിനിയം വർക്ക്, അതായത് ബേ വിൻഡോ, അങ്ങനെ കുറച്ച് വർക്കുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഉള്ളോട്ട് പോയി അത് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 4 ബെഡ്റൂംസ് വരും. 4 ബെഡ്റൂംസ് സെയിം പാറ്റേണിലാണ് നമ്മൾ ലോഫ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്കൊരു ബേ വിൻഡോ വരുന്നുണ്ട്. ഇവിടെ ഒരു നല്ല ഡ്രസ്സിങ് യൂണിറ്റ് വരും. ഇവിടെ ഒരു ഫുൾ ലെന്തിലുള്ള ഒരു ഡ്രസ് ഹാങ്ങിങ് വരും. അപ്പം ഇത് ഫിനിഷായിട്ട് 4 റൂമിന് ഫിനിഷായിട്ട് നിങ്ങളിലേക്ക് ഇത് മസ്റ്റായിട്ട് നമ്മൾ ഈ വീഡിയോ എത്തിക്കുന്നതായിരിക്കും. അപ്പം അത് കാണാനായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ പേജ് മസ്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കും. ഹൈവേ കൺസ്ട്രക്ഷൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് അമ്പലത്തറയാണ്. അപ്പോൾ ഇവിടെ ഏകദേശം 90% വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെയിൻറ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ടൈൽ വർക്കൊക്കെ ഫിനിഷായി. അപ്പോൾ നമ്മൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അലുമിനിയം വർക്ക്, അതായത് ബേ വിൻഡോ, അങ്ങനെ കുറച്ച് വർക്കുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഉള്ളോട്ട് പോയി അത് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 4 ബെഡ്റൂംസ് വരും. 4 ബെഡ്റൂംസ് സെയിം പാറ്റേണിലാണ് നമ്മൾ ലോഫ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്കൊരു ബേ വിൻഡോ വരുന്നുണ്ട്. ഇവിടെ ഒരു നല്ല ഡ്രസ്സിങ് യൂണിറ്റ് വരും. ഇവിടെ ഒരു ഫുൾ ലെന്തിലുള്ള ഒരു ഡ്രസ് ഹാങ്ങിങ് വരും. അപ്പം ഇത് ഫിനിഷായിട്ട് 4 റൂമിന് ഫിനിഷായിട്ട് നിങ്ങളിലേക്ക് ഇത് മസ്റ്റായിട്ട് നമ്മൾ ഈ വീഡിയോ എത്തിക്കുന്നതായിരിക്കും. അപ്പം അത് കാണാനായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ പേജ് മസ്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കും.